ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ മകയിരം നക്ഷത്രത്തിൻ്റെ കർക്കിടക മാസത്തെ ഫലങ്ങളെ പറ്റിയാണ്. അതായത് മകയിരം നക്ഷത്രം എന്ന് പറയുന്നത് 2 രാശിയിൽ വരുന്നതാണ്. ഇടവം രാശിയിലും ഇടവം രാശിയിലും മിഥുനം രാശിയിലും. അപ്പോൾ ഈ 2 കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് മകയിരം നക്ഷത്രം എന്ന് പറയുന്നത്. ഇവർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും കർക്കിടക മാസം എന്ന് പറയുന്നത്. അതുപോലെ ജോലിയിൽ, അതായത് പുതിയ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ ലഭിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലൊക്കെ, അതായത് അവരുടെ മത്സര പരീക്ഷയിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ അത് അനുകൂലമായ ഒരു ഫലമായിരിക്കും അവരെ തേടിയെത്തുക. അതായത് നല്ല മാർക്കോടുകൂടി അവർക്ക് വിജയിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ എൻട്രൻസൊക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് അതൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ മാസം മകയിരം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ശ്രീരാമസ്വാമിയെ ഭജിക്കാനും അതുപോലെ ഒക്കുന്നവരൊക്കെ രാമായണം എന്നും തന്നെ വായിക്കുക. അതായത് ഒത്തിരി വായിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹങ്ങൾ വളരെയേറെ കിട്ടുന്ന ഒരു മാസമാണിത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ വിനിയോഗിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ, അതായത് ബിസിനസ്സിലാണേലും അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ പുതിയ ജോലിക്കൊക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അതൊക്കെ വളരെ മംഗളകരമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. വിവാഹം അതുപോലെയുള്ള മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അതല്ല എങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ വിവാഹം നമ്മൾ കൂടെ അതിൽ ഇൻക്ലൂഡ് ആയിക്കൊണ്ട് നടത്തി കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലിയുള്ളവർക്ക് പ്രമോഷനൊക്കെ കിട്ടാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്രഹത്തിൽ മാതാവിന് ചെറിയ അരിഷ്ടതകൾ, അതായത് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മാതാവിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ സന്താനങ്ങൾ, അതായത് സന്താന യോഗത്തിനൊക്കെ യോഗമുണ്ട്. അപ്പോഴതിനും ഈശ്വരാരാധന ഒരിക്കലും നിങ്ങൾ മുടക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ നക്ഷത്രക്കാരെ തേടി എത്തുന്നതായിരിക്കും. എല്ലാവരും ഭഗവത് ഭജനം മുടക്കാതെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.